ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ജനുവരി 15 തൊട്ട് 31 വരെക്കുള്ള ഒരു ഫലമാണ് പറയുന്നത്. ആ ഫലത്തിൽ ധനുരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മൂലം പോരാട ഉത്തരാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുരാശിക്കാർക്ക് ഗ്രഹസ്ഥിതിയിൽ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബുധനും ചൊവ്വയും 2-ൽ സൂര്യൻ, 3-ൽ ശനി, 4-ൽ കേതു, 4-ൽ രാഹു, 5-ൽ വ്യാഴൻ, 10-ൽ കേതു, 12-ൽ ശുക്രൻ. ഇതാണ് ഗ്രഹസ്ഥിതി. സൂര്യചാരാവസ്ഥ 2-ാം ഭാവത്തിൽ സൂര്യനും, 3-ാം ഭാവത്തിൽ ശനിയും, 5-ാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നുണ്ട്. അതുകാരണം തന്നെ ഈ മാസം 15 തൊട്ട് 31 വരെയുള്ള ഒരു ഫലം എന്ന് പറയുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ചില ധനസംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കാര്യവിജയം നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ബുദ്ധിപരമായിട്ടുള്ള ഓരോരോ നീക്കങ്ങളിലൂടെയും അവനവൻ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അതുപോലെ തന്നെ സാധിച്ചെടുക്കാൻ പറ്റുന്ന മേഖലകളിലും വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. കടത്തിനെ ചെറുത്തു നിൽക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. കടം അധികം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കടബാധ്യതയുള്ളവർ അതിനെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നാശനഷ്ടങ്ങൾ പൊതുവെ വരാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. തൊഴിൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ ചെറിയ മിസ്റ്റേക്കുകൾ വരുവാനുണ്ട്. അത് ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ദോഷം വരാതെ കടന്നു പോകാൻ പറ്റും എന്ന് തന്നെ പറയുന്നത്. ഗൃഹനിർമ്മാണ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഉത്സാഹം കൂടുതൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിൽ ആകർഷണപരമായിട്ടുള്ള ഇതികളും തടസ്സം കൂടാതെ മുന്നോട്ട് പോകാനും പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. മുഹൂർത്ത സംബന്ധമായിട്ടുള്ള സമയങ്ങൾ ഈ മാസത്തിൽ ഒരുപാട് വരുന്നുണ്ട്. വിവാഹം, ചോറൂണ്, അതുപോലെ തന്നെ യാത്രകൾക്ക് പറ്റിയ സമയം, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും വരുന്നുണ്ട്. സഹായ സ്ഥാനത്ത് ശനി നിൽക്കുന്നതുകൊണ്ട് തന്നെ സഹായ ഹസ്തങ്ങൾ കൂടുതൽ വന്നു ചേരുവാനും ഫ്രണ്ട്ഷിപ്പുകൾ മൂലം സഹായങ്ങൾ വരുവാനും മറ്റു ബന്ധു സമൂഹങ്ങളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്തുവാനും അത് ഒന്നിച്ചു വരുവാനും ഇതുവരെ നോക്കിയിട്ട് നടക്കാതിരുന്ന വിവാഹങ്ങളെല്ലാം ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് വന്നിട്ട് കലാശിക്കുവാനുള്ള സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയമാണ്. പഴയ വാഹനങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഭവനം നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുനർനിർമ്മാണത്തിനുള്ള ഏർപ്പാടുകളും സാധ്യത കാണുന്നുണ്ട്. വിദേശത്തേക്ക് പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാധ്യതയും വിദേശ സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം നിവൃത്തിയായി, അതായത് കാര്യങ്ങളിൽ ശരിയായിട്ട് വരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് എന്തെങ്കിലും ധനസംബന്ധമായിട്ടുള്ള കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു അവസരമാണ് കാണുന്നത്. ധനവിനിയോഗം ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള എഗ്രിമെൻറ്റുകൾ ആലോചിച്ചിട്ടേ നടത്താൻ പറ്റുള്ളൂ എന്നുള്ളതും കാണുന്നുണ്ട്. ആലോചിച്ചിട്ട് നടത്താൻ പറ്റുന്ന ഒന്ന് ചിന്താപൂർവ്വം നന്നായി ചിന്തിച്ചതിന് ശേഷമാണ് എഗ്രിമെൻറ്റുകൾ മറ്റുള്ളതൊക്കെ ഒപ്പിടാൻ. വിദേശ സംബന്ധമായിട്ടുള്ള ഏത് എഗ്രിമെൻ്റ് ആണെങ്കിലും അതിന് അതുപോലെ തന്നെ ജാമ്യം നിൽക്കുന്നതിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ജാമ്യം നിൽക്കുന്നതിൽ ഒരല്പം ശ്രദ്ധ വേണം. സഹോദര ബന്ധങ്ങൾ ദൃഢമായിട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി വരുവാനുള്ള, സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രവർത്തന മേഖല, IT സംബന്ധമായിട്ടുള്ള, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ ഉയർച്ച കാണുന്നുണ്ട്. അത് ഉയർന്നു വരുവാനുള്ള സാധ്യതകൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അന്വേഷണങ്ങൾ കാണുന്നുണ്ട്. ഭാഗ്യകടാക്ഷങ്ങൾ കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള സാധ്യതയും എല്ലാം ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. മാസത്തിൻ്റെ അവസാന കാലത്തിലോടുകൂടിയിട്ട് കാണുന്നുണ്ട്. കർമ്മ മേഖല പുരോഗതിപ്പെടുവാനും അതുപോലെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, വാഹന സംബന്ധമായിട്ട് സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരും, സിനിമാ മേഖല സംബന്ധമായ കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഈ വരാൻ പോകുന്ന 15-ാം തീയതി തൊട്ട് 31-ാം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉയർച്ചയിലേക്ക് വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും. ഈ ജനുവരി 15 തൊട്ട് 31 വരെയുള്ള ഒരു കാലങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ നാഗത്തിങ്കൽ 100 പാല് മാത്രം കൊടുക്കുക. ബാക്കിയുള്ള പരിഹാരങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാഗത്തിങ്കൽ 100 പാല് മാത്രം ഒരു ദിവസം കൊടുക്കുന്നതാണ് ഉത്തമമായിട്ട് കാണുക. അതുമാത്രം നാനാമർത്തിൽ, അതായത് ഭവന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടും അതുപോലെ ദേഹ സംബന്ധമായിട്ടും പ്രശ്നത്തിൽ കഴിയുന്നവർക്കും വാഹന സംബന്ധമായിട്ടുള്ള ബിസിനസ്സും
ജോലികളും ചെയ്യുന്നവർക്കും ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ദോഷങ്ങൾ മാറുവാൻ 4-ാം ഇടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു കാരണം നാഗങ്ങൾക്ക് 100 പാലും കൊടുക്കാൻ പറയുന്നത്. അതുകൊണ്ട് ചേർത്ത് കഴിച്ച് പറഞ്ഞാൽ 4-ാം ഇട സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഭവന സംബന്ധം മാധുര്യ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ദേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. നമസ്കാരം.